യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, വിശുദ്ധവാര ചിന്തകളിലൂടെ നാം കടന്നു പോവുകയാണ്. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും പുനരുത്ഥാനവുമെല്ലാം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതാനുഭവമാകുന്ന ദിവസങ്ങളാണ് ഇവ. ക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവത്തിലേക്ക് ഭക്തിപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. മറിയത്തിൻ്റെ അനുതാപത്തിൻ്റെ പ്രവൃത്തികളും അതിന് യേശു നൽകുന്ന മറുപടിയുമാണ് നാം പ്രത്യേകമായി ധ്യാനിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം സ്മരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് ഇത്. പിതാവ് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കേണ്ടത് തൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയുമാണ് എന്ന് യേശുവിന് തികഞ്ഞ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരമൊരു സന്ദർഭം യേശു ഉണ്ടാക്കുന്നത്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മറിയത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും നാം കാണുന്നുണ്ട്. ഈ മറിയം ലാസറിൻ്റെ സഹോദരിയും മർത്തായുടെ ചേച്ചിയുമാണ് എന്ന ഒരഭിപ്രായമുണ്ട്. എന്നാൽ മറ്റു ചില ബൈബിൾ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ ഈ മറിയം യേശു സൗഖ്യപ്പെടുത്തിയ മഗ്ദലന മറിയമാണ് എന്നും, അതുമല്ല യേശു രക്ഷിച്ച വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് എന്നുമുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ആ സ്ത്രീ ആര് എന്നതിനേക്കാൾ ഉപരി യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. 2, മറിയത്തിൻ്റെ മാനസാന്തരവും തുടർന്ന് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവുമെല്ലാം യേശു വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത പ്രവൃത്തികളാണ്. താൻ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവാണ് എന്നും മനുഷ്യരക്ഷ സാധ്യമാകുന്നത് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ താൻ നടത്തുന്ന പൂർണ്ണമായ സമർപ്പണമാണ് എന്നും തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകത്തിൻ്റെ മുമ്പാകെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ് യേശു. തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവനാണ് അത് കണ്ടെത്തുന്നതെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നും യേശു ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. മറിയത്തിൻ്റെ പ്രവൃത്തികളോടുള്ള പ്രതികരണവും ഇവിടെ വളരെ പ്രസക്തമാണ്. ഇത് ഒരു പാഴ്വേലയും നഷ്ടപ്പെടുത്തലുമാണ് എന്നും ഇത് 300 ദനാറായ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കരുതോ എന്നുമായിരുന്നു ഒരു സംശയം. അവിടെയാണ് വളരെ വ്യക്തമായി വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ അങ്ങനെ പറഞ്ഞത് അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചിയിൽ വീഴുന്നതിൽ നിന്ന് എടുക്കുന്നവനായതും കൊണ്ടുമാണ്. നമ്മൾ പ്രകടിപ്പിക്കുന്ന ഓരോ അഭിപ്രായവും തൻ്റെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും എന്നത് വ്യക്തമാണ്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു പാവപ്പെട്ട മനുഷ്യരുടെ പ്രതികരണം. അവർ യേശു ഉയർപ്പിച്ച ലാസറിനെ കാണുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു. ലാസറിൻ്റെ കുടുംബത്തിലെ ഈ സംഭവം യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഒരു പ്രതീകമായി തീരുന്നു. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശുവിൻ്റെ മനോഭാവമാണ്. താൻ സ്വന്തം ശിഷ്യരാൽ ഒറ്റിക്കൊടുക്കപ്പെടുകയും തൻ്റെ എല്ലാ ശിഷ്യന്മാരും തന്നെ വിട്ട് ഓടിപ്പോവുകയും താൻ ഏകനായി കുരിശുമരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്യും എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് യേശു നിൽക്കുന്നത്. അപ്പോഴും യേശുവിൻ്റെ ചിന്ത തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറിയത്തെക്കുറിച്ചായിരുന്നു. അവളുടെ നല്ല പ്രവൃത്തിയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട ആ സ്ത്രീയുടെ പക്ഷം ചേരുവാനാണ് യേശു ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നഷ്ടപ്പെടുത്തിയ പ്രവൃത്തിയായി കണ്ടതിനെ ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമായി കാണുകയും അതിനെ പ്രത്യേകം പ്രശംസിക്കുകയും അതിന് വലിയ പ്രതിഫലം നൽകുകയുമാണ് യേശു ചെയ്യുന്നത്. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഈ പ്രവൃത്തിയും അനുസ്മരിക്കപ്പെടും എന്ന വലിയ ഭാഗ്യമാണ് യേശു മറിയത്തിന് നൽകുന്നത്. എപ്പോഴും നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്ന മറിയം ഇവിടെ പ്രശംസിക്കപ്പെടേണ്ടവളാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു.
വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്കും മറിയത്തിൻ്റെ ഈ പ്രവൃത്തികൾ അനുകരിക്കാം. യേശുവിൻ്റെ പാദത്തിലിരുന്ന് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദം കഴുകി തുടയ്ക്കുവാൻ നമുക്കും ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.